Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE. എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മഞ്ജു ശ്രീകണ്ഠനാണ്. സോ അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ, ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിലേക്ക് ഉണ്ടല്ലോ, നമ്മൾ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. ന്യൂ ഇയർ തൊട്ട് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പുതിയ സ്ഥലങ്ങളിൽ പോകണം, അങ്ങനെയൊക്കെ ഒത്തിരി നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റണം എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. വലുതായതിനു ശേഷം ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും എഴുതാറില്ല കേട്ടോ. നമ്മൾ പറയില്ലേ, ഒഴുകുന്ന നദിയുടെ പുറകെ ഒഴുകുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഓളത്തിനങ്ങ് പോകാന്നുള്ള രീതിയിലാണ്. അങ്ങനെ മാറ്റങ്ങൾ വരുത്തണമെന്നൊന്നും ആലോചിക്കാറില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ, അങ്ങനെ ഇപ്പോഴും എഴുതി വെക്കാറുണ്ടോ, അങ്ങനെ എഴുതി വെച്ചത് ഏതെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതി അറിയിക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ ഷോയിലേക്ക് പോവാം. ഹാപ്പിലാൻഡ് ന്യൂ ഇയർ 2025 എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഹാപ്പിലാൻഡ് ന്യൂ ഇയർ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ സുകന്യ ജയറാം. 2025 വരവേൽക്കാനായി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം എന്തെല്ലാം കടന്നുപോയി അല്ലേ, സന്തോഷം, കണ്ണീര്, ഉയർച്ച, താഴ്ച, ഇതെല്ലാം എന്തൊക്കെ ആയാലും അവസാനം ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ എല്ലാവരും ഒരേ മനസ്സോടെ കാത്തിരിക്കുന്നത് ആ ഒരു പുതിയ വർഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊച്ചി കായലിലെ ഇംപീരിയൽ ക്രൂയിസിലാണ്. ഒരു വലിയ ടീമാണ്. 1, 2, 3, 4, 5, 6 പേരുള്ള ഒരു ടീമാണ്. എവിടുന്നാ വരുന്നത് എല്ലാവരും? മലപ്പുറം. എന്ത് ചെയ്യുന്നു? KSFലാണ്. ഒന്നിച്ച് ജോലി ചെയ്യുന്നവരാണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ട്രിപ്പാണ് അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കടൽ യാത്ര എങ്ങനെയുണ്ട്? നമ്മുടെ ഇംപീരിയൽ ക്രൂയിസിന്റെ ഒരു എക്സ്പീരിയൻസ്? അടിപൊളി 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 അല്ലേ? എന്താ ഇതുവരെ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ പറയൂ? പെർഫോമൻസ് ഓക്കെ. പിന്നെ കടൽ യാത്ര, പുതിയ എക്സ്പീരിയൻസ് ആണല്ലേ. കടൽ നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമാണല്ലേ, നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഓക്കെ. പേരൊന്ന് പറയോ എല്ലാവരും? രാജൻ അല്ലേ? രമേശ്, പ്രസാദ്, ദിലീപ്, അഖിൽ, വിശ്വനാഥൻ. ഓക്കെ. അപ്പൊ ഒരു നല്ലൊരു ടീമാണ് ഇപ്പൊ നമ്മുടെ കൂടെ വന്നത്. അപ്പൊ നമ്മൾക്ക് ഇവരുടെ അടുത്തൊരു ചെറിയൊരു കുസൃതി ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇവരെ വിടാം അല്ലേ? കുസൃതിന്റെ ആളാ? അപ്പൊ ഞാനൊരു ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിച്ചതിന് ശേഷം ജനിച്ചു വരുന്നതുമായ ഒരു വസ്തു. ജനിക്കുമ്പോൾ ജനിക്കാത്തതും ജനിക്കുന്നതുമായ ഒരു വസ്തു. ചിന്തിക്കൂ. ഒരു ക്ലൂ ഇല്ല. ജനിക്കുമ്പോൾ ജനിക്കാത്തതും. ചിന്തിക്കൂ. പാട്ടൊക്കെ പാടി ഫ്രഷ് മൈൻഡ് അല്ലേ? കുസൃതിയുടെ ആള് നമ്മളുടെ ദേഹത്ത് തന്നെയുള്ള ഒരു കാര്യമാണ്. ജനിക്കുമ്പോ മുടിയുണ്ടല്ലോ. കറക്റ്റ്. പല്ല്. ഓക്കെ. അപ്പൊ കറക്റ്റ് ആണ്. സംശയമായിരുന്നു, പറഞ്ഞു നോക്കിയതാണ് പുള്ളി. സമ്മാനം ഉണ്ടോ? സമ്മാനം തരാം. തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്തെ ഹാപ്പിലാൻഡ് അറിയാമോ? ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കാണ്. ട്രിവാൻഡ്രത്ത് വേമ്പായത്തിനടുത്തുള്ള ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കാണ്. ലാൻഡ് ആൻഡ് വാട്ടർ റൈഡ്സ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടേക്കുള്ള കൂപ്പൺ നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാം. ഓക്കെ. അതെല്ലാവർക്കും വരാൻ പറ്റുന്നാടോ?
പലഹാരം മാതിരി എല്ലാവർക്കും ഇല്ല, എന്ത് ചെയ്യാനല്ലേ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ വിശേഷങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കുറേ ന്യൂ ഇയർ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്, എനിക്ക് പറയാനുമുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സുകന്യ ജയറാം, ബൈ. ഹായ്, നമുക്ക് പിന്നെ ഇനി പറയാനുള്ളത് ഇൻ്റർനാഷണൽ പാക്കേജുകളെ പറ്റിയാണ്. ഇൻ്റർനാഷണൽ പാക്കേജുകൾ ഇന്ന് ആഫ്റ്റർ കോവിഡിന് ശേഷം, കാര്യം കോവിഡിന് മുമ്പ് വരെ എല്ലാവരും ഒരു സേവിങ്സ് എന്നുള്ള കൺസെപ്റ്റിലാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ആ കോവിഡിന് ശേഷം എല്ലാവരും യാത്രകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവരും തന്നെ കൂടുതലും നോക്കുന്നത് ഇൻ്റർനാഷണൽ പാക്കേജ്, പുറത്തോട്ട് നമുക്ക് ഏതൊക്കെ കൺട്രി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം. വളരെ അത്ഭുതകരമായ നമ്പർ ഓഫ് പാക്കേജുകളാണ് പല ട്രാവൽ ഏജൻസിക്കും. ഇന്ന് കോവിഡിന് ശേഷം ധാരാളം പുതിയ ട്രാവൽ കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും തന്നെ വളരെ അധികം നമ്പേഴ്സാണ് ഇൻ്റർനാഷണൽ പാക്കേജിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ചെയ്യുന്നത് മിസ്റ്റർ വിനൂപാണ്. വിനൂപ് ഈ രംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു സ്റ്റാഫാണ്. വിനൂപ് ഇൻ്റർനാഷണൽ പാക്കേജുകളെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതൊരു വിനൂപ് എന്നാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് തായ്ലൻഡ്, ദുബായ്, വിയറ്റ്നാം, ബാലി, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമുക്ക് ഗ്രൂപ്പ് പാക്കേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഗ്രൂപ്പിലെന്ന് വെച്ചാൽ ഒരു 16-20 വരെ ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് പാക്കേജ്, കസ്റ്റമൈസ്ഡ് പാക്കേജാണ് അതും ചെയ്യുന്നുണ്ട്. അതിലൊരു മിനിമം 2-1 പേര് ഒരാൾ മുതലുള്ള പാക്കേജ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് യൂറോ പാക്കേജാണ്. യൂറോ പാക്കേജ് നമ്മൾ വിസ അസിസ്റ്റൻസും പാക്കേജും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരു 1 ഇയർലി പ്ലാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 1000 or 2000 കസ്റ്റമേഴ്സിൻ്റെ റേഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ മാസങ്ങളിൽ നമ്മൾ ഗ്രൂപ്പ് കൊടുക്കുന്നത് 3 ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ ഇങ്ങനെയുള്ള എല്ലാ ഡെസ്റ്റിനേഷൻസും എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിസ ഓണറേബിൾ കൺട്രീസിനാണ് കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസ് വരുന്നത്. പിന്നെ വെക്കേഷൻ ടൈമായ ഏപ്രിൽ, മെയ് മാസങ്ങളിലും ഒരുപാട് കസ്റ്റമേഴ്സ്, ഫാമിലി, കിഡ്സ്, അതുപോലെ തന്നെ കപ്പിൾസ് അങ്ങനെയുള്ളവരുടെ എൻക്വയറീസും ഒരുപാട് വരുന്ന ടൈമാണ് ഏപ്രിൽ, മെയ് മാസം. പിന്നെ വരുന്ന അടുത്ത ടൈം എന്ന് വെച്ചാൽ ഓണം ടൈമിലേക്കും ഇതുപോലെ ഇപ്പോൾ കേരള കസ്റ്റമേഴ്സ് ഓൾമോസ്റ്റ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓണം ടൈമിലേക്കാണ് പാക്കേജ് പോകാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ക്രിസ്മസ്, ന്യൂ ഇയർ ടൈമിലെ പാക്കേജിനും ആ സമയത്തും ആൾക്കാർ ഒരുപാട് എൻക്വയറീസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ മാസവും നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷൻസിൻ്റെയും ഗ്രൂപ്പ് എയ്തർ ഓർ കസ്റ്റമൈസ് പാക്കേജ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല വെൻഡേഴ്സായിട്ട് കോൺടാക്ട്സ് ഉണ്ട്. മെയിനായിട്ടുള്ള യൂറോപ്പ്, അതുപോലെ തന്നെ തായ്ലൻഡ്, ദുബായ് എല്ലാ വെൻഡേഴ്സിനായിട്ടുള്ള ബെസ്റ്റ് റേറ്റ്സാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് നമുക്ക് വിനൂപ് നമ്മൾ ഇപ്പം നോർമലി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് തായ്ലൻഡാണ്. തായ്ലൻഡ് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് വരാനുണ്ടാകുന്ന ഒരു കാരണം എന്താണ്? തായ്ലൻഡ് മെയിനായിട്ടെന്ന് വെച്ചാൽ വിസ ഓൺ അറൈവലാണ് ഇന്ത്യൻസിന്. അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന ഫെസിലിറ്റിയും ഒരു നൈറ്റ് ലൈഫ്, അതുപോലെ തന്നെ എല്ലാ ട്രിപ്പും എൻജോയ് ചെയ്യാൻ ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട് തായ്ലൻഡ് പോലുള്ള കൺട്രിയിൽ. പിന്നെ ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള പട്ടായ, ബാങ്കോക്ക് ഇവിടെയെല്ലാം എല്ലാ ഏജ് ആൾക്കാർക്കും, അത് സീനിയർ സിറ്റിസൺ, യങ്സ്റ്റേഴ്സ്, കുട്ടികൾ, കപ്പിൾ അങ്ങനെ എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാവുന്ന ഡെസ്റ്റിനേഷൻസാണ് തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ളതെല്ലാം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ റേറ്റ് കിട്ടുന്ന ഡെസ്റ്റിനേഷൻ കൂടിയാണ് തായ്ലൻഡ്. മാത്രമല്ല ഫ്ലൈറ്റ് അവൈലബിലിറ്റി എല്ലാം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിലിറ്റി നമുക്ക് കൊച്ചിയിൽ നിന്നായാലും ട്രിവാൻഡ്രത്ത് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് കൂടുതൽ എൻക്വയറീസ് തായ്ലൻഡിലേക്ക് വരുന്നത്. പിന്നെ തായ്ലൻഡിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഐറ്റിനറിയിൽ നോർമലി പല ട്രാവൽ ഏജൻസും തായ്ലൻഡ് പാക്കേജുകൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ഒരു ഐറ്റിനറിയിൽ ഞങ്ങൾ തായ്ലൻഡിൽ എല്ലാ ഇൻക്ലൂഷൻസും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടൈഗർ പാർക്ക് പോയാൽ നിങ്ങൾക്ക് ടൈഗറിൻ്റെ ഒപ്പം നിന്നുള്ളൊരു ഫോട്ടോ അടക്കമാണ് നമ്മളതിനകത്ത് ഐറ്റിനറി ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഒരു എടുത്തു പറയേണ്ട ഒന്നാണ് നുങ്നൂച്ച് ഗാർഡൻ. നുങ്നൂച്ച് ഗാർഡൻ വേൾഡിലെ തന്നെ 10th ലാർജസ്റ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒന്നാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടിക്കറ്റിൽ അതിനകത്തുള്ള എലിഫൻറ്റ് ഷോ, ട്രാം റൈഡ് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കമുള്ള എൻട്രി ടിക്കറ്റ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നോർമലി ഇപ്പോൾ പല കസ്റ്റമേഴ്സും നമ്മൾ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ തായ്ലൻഡ് പാക്കേജ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്ര റേറ്റിൽ തായ്ലൻഡ് പാക്കേജ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ധാരാളം കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട്. അതിൽ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം ഇൻക്ലൂസീവായിട്ടാണ് ചെയ്യുന്നത്.
നമ്മുടെ ക്ലബ് ട്രാവലിംഗ് ഫാമിലിയോടൊപ്പം ഇതുവരെ യാത്ര ചെയ്ത എല്ലാവർക്കും, അതുപോലെ ഇനി യാത്ര ചെയ്യാനിരിക്കുന്നവർക്കും, നമ്മളുടെ കമ്പനിയെ പറ്റി അറിയാൻ അന്വേഷിക്കുന്നവർക്കും എല്ലാവർക്കും നമ്മളുടെ ഒരു ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ കുപ്പുകൈ. ഞാൻ നാരായണൻ മുരളീധര പണിക്കർ എന്ന NM പണിക്കർ, കുണ്ടറ വിളംബരത്തിലൂടെ പ്രശസ്തമായ കുണ്ടറ എന്ന നാടിനോട് ചേർന്ന് കിടക്കുന്ന കുഴിയം എന്ന ഗ്രാമത്തിൽ ജനിച്ചതാണ്. 1978 ഗൾഫ് എന്ന സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്നത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. ഈ കാലഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും നമ്മൾ കഴിഞ്ഞ 78 തൊട്ട് ഈ 2024 വരെ ഉണ്ടായിരുന്ന പല പല പ്രക്ഷുബ്ധമായ അന്തരീക്ഷ രാജ്യാന്തര യുദ്ധങ്ങളും എല്ലാം കടന്നു പോകുമ്പോഴും 2025 ഉള്ള നമ്മളുടെ ഒരു പ്രത്യാശ എന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങൾ, വളരെ അന്യം നിന്ന് പോയിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി പുതിയ തലമുറ നമ്മളുടെ പൂർവികരെ സ്മരിക്കുകയും അച്ഛനമ്മമാരെ ബഹുമാനിക്കുകയും മുതിർന്നവരെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു തലമുറ ഉണ്ടാവട്ടെ 25 എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെയും എക്സ്പേർട്ട് യുണൈറ്റഡ്മാരെൻ്റെയും ന്യൂ ഇയർ ആശംസകൾ. ഓർമ്മകൾ കൂടുകൂട്ടിയ മനസ്സിന്റെ തളർച്ചില്ലയിൽ നിറമുള്ള 1000 ഓർമ്മകളുമായി ഒരു വർഷം കൂടി കടന്നുപോകുന്നു. ഇന്നലകളിലെ നഷ്ടങ്ങളെപ്പറ്റി ഓർക്കാതിരിക്കാം. ശുഭപ്രതീക്ഷയോടെ നല്ല നാളേക്കായി കാത്തിരിക്കാം. ഏവർക്കും ഹാപ്പി ലാൻഡ് വാട്ടർ തീം പാർക്കിന്റെ പുതുവത്സരാശംസകൾ. ഒരു ഇല പോലെ കൊഴിഞ്ഞു വീണ 2024, ഒരു പൂ പോലെ മുട്ടിട്ട് വിരിയാൻ പോകുന്നു 2025. നല്ലൊരു പൂവിനായി നമുക്ക് കാത്തിരിക്കാം. സ്നേഹവും സന്തോഷവും സമാധാനവും നന്മയും നിറഞ്ഞ നല്ല നാളുകൾക്കായി ഈ പുതുവർഷം സമ്മാനിക്കുന്നു അൽഫുറത്ത് ഗ്രൂപ്പ് UAE. Happy Land Amusement Park, Thiruvananthapuram. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം MG റോഡിലെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഷോറൂം അറിയപ്പെടുന്നത് തന്നെ വെഡ്ഡിങ് കമ്പനി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വെഡ്ഡിങ് കമ്പനി എന്ന് അറിയപ്പെടുന്നതെന്നൊന്ന് അറിയണല്ലോ. ഈ ഫ്ലോർ എന്ന് പറയുന്നത് നമ്മളുടെ പറക്കാട്ടിൻ്റെ ജുവലറി സെയിലിനുള്ള ബ്രൈഡൽ, എക്സ്ക്ലൂസീവ് ബ്രൈഡൽ
ഒരു ഷോറൂമാണ്. ഇവിടെ കൂടുതലായിട്ട് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി വെയർ കളക്ഷൻസും അവൈലബിൾ ആണ്, ജെൻസിനും ഒക്കെ ഉള്ളത് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മളുടെ കസ്റ്റമൈസേഷൻ, അതായത് ബ്രൈഡ്സിനൊക്കെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച രീതിയിൽ സ്വർണ്ണത്തിന് ഇത്രയും തീ പിടിച്ച വില നിൽക്കുമ്പോൾ അവർക്ക് സങ്കല്പത്തിലുള്ള ഓർണമെൻറ്റ്സ് നമ്മുടെ പറക്കാട്ടിൻ്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇവിടെ പറക്കാട്ടിൻ്റെ ഈ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂം. ഇനി ഇവിടെ നമ്മൾക്ക് കസ്റ്റമൈസേഷനും സെയിലും മാത്രമല്ല ഒരു അടുത്ത ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് കേട്ടോ പറക്കാട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ഷോറൂമിലെ റെൻ്റൽ ഫ്ലോർ. അപ്പോൾ ഇതും പരിചയപ്പെട്ടല്ലോ. അപ്പോൾ പറക്കാട് ജുവൽസിൻ്റെ വെഡ്ഡിങ് കമ്പനി എന്താണെന്നുള്ളത് അറിയണ്ടേ? ഇത് പറക്കാട്ടിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. നമ്മളുടെ ഈ ഒരു ബ്രൈഡ്സിന് നമ്മളുടെ ഒരു ഷോറൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇനി അവർ ജീൻസോ മറ്റോ ഒരു കോസ്റ്റ്യൂമിലൊക്കെയാണ് വരുന്നതെങ്കിലും അവർക്ക് ഡ്രസ്സ് മാറി അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് വേണമെങ്കിൽ നമ്മൾ സാരീസ് അല്ലെ ലെഹങ്കാസോ ഇതെല്ലാം നമ്മളുടെ കയ്യിൽ അത്യാവശ്യം കളക്ഷൻസും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അതെല്ലാം ഇട്ട് അവരുപയോഗിക്കാൻ പോകുന്ന ആ ഒരു ബ്രൈഡൽ വേദിയിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ് എല്ലാം വെയർ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യവും. പിന്നെ അതാ നമ്മളുടെ ഇവിടെയാണ് പറക്കാട്ടിൻ്റെ എല്ലാ ഷൂട്ടുകളും നടക്കുന്നത്. പറക്കാട്ടിൻ്റെ നമ്മളുടെ സോഷ്യൽ മീഡിയ പേജസിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടുകൾ, അതുപോലെ തന്നെ നമ്മളുടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് സെലിബ്രിറ്റി ഷൂട്ടുകൾ, അതുപോലെ ഗോൾഡ് ജുവലറികളുടെ ഷൂട്ടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഷൂട്ടുകൾ നമ്മളുടെ ഈ ഫ്ലോറിൽ നടക്കുന്നതാണ്. അപ്പം നമ്മളുടേതായ പേഴ്സണൽ യൂസിനും മറ്റ് ഔട്ട്സൈഡിൽ നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കൊച്ചി നഗരത്തിൻ്റെ ഒരു തിരക്കും ശ്വാസം മുട്ടും പൊല്യൂഷനും ഒന്നും ഇല്ലാതെ ഒരല്പം സ്വസ്ഥമായിട്ട് വന്ന്, ഇനി പേരൻസൊക്കെ വന്ന് അവർക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ജെൻസിനൊക്കെ ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. അത്യാവശ്യം ഒരു ടീ കോഫി ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടാണെങ്കിലും ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കും. പുറം കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും ഒക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു സൗകര്യം വരെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബോറടിക്കാതെ. ബ്രൈഡ്സിന് 100% സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു പറക്കാട്ടിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഈ ഒരു വെഡ്ഡിങ് കമ്പനി ജ്വല്ലറി സെക്ഷൻ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പറക്കാട് ജുവൽസിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലുള്ള ഈ ഷോറൂമിൽ നമ്മൾക്ക് 4 ഫ്ലോറാണ് ശരിക്കുള്ളത്. 4 ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മളുടെ ഓർണമെൻറ്റ്സ്, ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ നമ്മളുടെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ അവിടെ റെൻ്റൽ ഫ്ലോറാണ്. റെൻ്റൽ ജ്വല്ലറി, എല്ലാവിധ റെൻ്റൽ ജ്വല്ലറികളും അരപ്പട്ട, ചുട്ടി, മാട്ടി, വങ്കി അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവിടെ ലഭ്യമാണ്. ഇനി അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നല്ലൊരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന സീരിയൽസിൻ്റെ ഷൂട്ട് നടക്കാറുണ്ട്. ഒരുപാട് ഓൺലൈൻ ചാനൽസിൻ്റെയും ഗോൾഡ് ജ്വല്ലറികളുടെയും പിന്നെ നമ്മളുടെ മൾട്ടി പർപ്പസായിട്ട് ഒരുപാട് ആഡ് ഷൂട്ടുകൾ നടക്കാറുണ്ട്. അതേപോലെ തന്നെ പറക്കാട്ടിൻ്റെ എല്ലാ ഷൂട്ടുകളും തന്നെ നടക്കുന്നത് ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയാസിൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും നമ്മളുടെ സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ നമ്മൾക്ക് പക്ക ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ബ്രൈഡ്സിന് റെഡി ആവാനും വാഷ്റൂം ഫെസിലിറ്റീസ്, മറ്റ് എല്ലാ ഫെസിലിറ്റീസും, അത്യാവശ്യം കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാനും എന്താ പറയുക അല്പം ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലം, മീറ്റിംഗ് ഹാള്, മീറ്റിംഗ് സ്പേസ്, ശാന്തമായിട്ട് അല്പം ക്വയറ്റാണ്, തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പൊല്യൂഷൻ്റെ എല്ലാം ഒരല്പം കുറവിൽ ഇവിടെ ലയം റോഡിൽ പറക്കാട് ജുവൽസിൻ്റെ ഒരു സ്വപ്ന സങ്കല്പമായിട്ടുള്ള ഷോറൂം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡ്. ഫോർ കിഡ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ 4Kids ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. 4Kids ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. ഈ JCB ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അത് ഇത് വന്നിട്ട് ഒരു 2 വർഷം എന്തായി അല്ലേ? ഏകദേശം 1.5 വർഷം. അപ്പൊ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്? ഇപ്പൊ വൈഫ് പറഞ്ഞു നേരത്തെ ഏത് സമയത്തും എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് അതിന്റെ ഒരു ഇതിലായിരിക്കും, ഫോക്കസിലായിരിക്കുന്നത്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് ആണ് ഇനി മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും, കാരണം JCB എന്നുള്ള എന്റെ ഒരു സ്വപ്നം പോലെ തന്നെയായിരുന്നു അതിന്റെ ലോഞ്ചിങ്ങും അതിന്റെ കസ്റ്റമറായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ റെസ്പോൺസും വളരെ നല്ലതായിരുന്നു. ഇപ്പം ഓരോ മാസവും ആയിരക്കണക്കിന് JCB നമ്മുടെ കുട്ടികൾക്കായിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചിങ് ആയിരുന്നു. അതിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പം പുതിയ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. അതും ഈ വരുന്ന ജാനുവരിയിൽ കൊച്ചിൻ അഡ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ വെച്ചിട്ട് IFF എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഒരു അടിപൊളി എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സിബിഷനിൽ 4Kidsഉം അതിന്റെ ഭാഗമാണ്. അതിൽ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും അവിടെ വരും. ആ സമയത്തേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് 4Kids. ഇപ്പോ പ്രവാസികൾക്കൊക്കെ ഒരുപാട് പ്രചോദനമാകുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ വലിയ വെല്ലുവിളികൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 9 വർഷം മുമ്പ് ഇങ്ങനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിളും വെല്ലുവിളികളും ഒരുപാട് വേദനകളും അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീലാണോ ഇപ്പോഴുള്ളത്? മേഡം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ ആവേണ്ടതുണ്ട്. ഒരു പ്രവാസ ലോകത്ത് നന്നായിട്ട് ജോലി ചെയ്യുക, നല്ലൊരു ജോലി, നല്ലൊരു ശമ്പളം എല്ലാം കറക്റ്റായിട്ട് പോകുന്ന സമയത്ത് അത് റിസൈൻ ചെയ്ത് പുതിയൊരു പരീക്ഷണത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ചെയ്യാവുന്നതിലും അപ്പുറമാണ്. ഞാൻ 2015 ഈ ഒരു സംരംഭമായിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാൻ പറ്റാത്ത പോലെ നോട്ട് നിരോധനം എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വന്ന ഒരു സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരുവിധം ആൾക്കാരൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച സമയമാണ്. കാരണം ആ സമയത്ത് ഞാൻ ചൈനയിലാണ്. ഈ നോട്ട് നിരോധനം കാരണം നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ നോട്ടിനൊന്നും 0 വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതിനെ നമ്മൾ നേരിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 2 പ്രളയം വന്നത്. ആ പ്രളയം വന്ന സമയത്തും അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതലാണ് കോവിഡ് എന്നുള്ള. അപ്പൊ ഈ ഒരു കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ട് നമുക്ക് സ്ട്രീറ്റിലാരും കാണാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിലുള്ളവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തരണം ചെയ്തു വന്ന് അതിന്റെ ശേഷമാണ് അതിന്റെയും അപ്പുറം നിൽക്കുന്ന ഈ BIS എന്നുള്ള ഒരു സിസ്റ്റം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു ഇനി BIS ഇല്ലാത്ത ഒരു ടോയ്സ് വിൽക്കാൻ പാടില്ല. ആ സമയത്ത് BIS ഉള്ള ടോയ്സ് വളരെ വിളരമായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതോട് കൂടിയിട്ട് ഒരുവിധം ബിസിനസ്സുകാരൊക്കെ മാറി ചിന്തിച്ചു. പക്ഷെ എനിക്ക് എന്റെ ഡ്രീം ഇതായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെ തുടർന്നു. ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഡിസിഷനാണ് 4Kids എന്നൊരു സ്ഥാപനത്തിന് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് തുടങ്ങാനുള്ള മാറി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പം പ്രൈം മിനിസ്റ്റർ PMEGP എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളിപ്പം പുതിയ മെഷീനറികൾ വരുന്നുണ്ട്.
അടുത്ത മാസം മുതൽ ഫോർ കിഡ്സിന്റെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പോൾ JCB ഒക്കെ പോലെയുള്ള അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഇപ്പൊ അറിയുന്ന പാരന്റ്സ് ആയിരിക്കും ഒരുപാട് പേരുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടി ഉള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് എന്ന് അറിയിക്കുകയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ തീരുകയാണ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹായ്, ഇത് നമ്മൾ മറൈൻ വേൾഡിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. കാഴ്ചയിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ കണ്ട കടൽ മീനുകളൊന്നുമല്ല. ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് കടലിൻ്റെ അടിയിൽ കൂടെയാണ്. അതാണ് ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു വാട്ടർ ടണലിൽ കൂടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നാണ്ട വളരെ വിസിബിൾ ആയിട്ട് ഇത് നമ്മുടെ തെരണ്ടിയാണ്. സ്ട്രിംഗ് റേ എന്ന് പറയും, തെരണ്ടിയാണ്. ഓക്കെ. തെരണ്ടി വാലൊക്കെ കേട്ടിട്ടില്ലേ? പ്രസിദ്ധമാണ് തെരണ്ടി വാല്. അതെ അതെ, വാലിന്റെ നീളം കണ്ടോ? ഭയങ്കര നീളം. അപ്പോൾ ഈ മീനുകളെല്ലാം നമുക്കിങ്ങനെ വളരെ അടുത്ത് ഈ ഒരു രീതി കാണാം. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് അതുപോലെ തന്നെ കഴക്കൂട്ടത്തുള്ളവരൊക്കെ ഇത് മിസ് ചെയ്യരുത്. ഭയങ്കര ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുപോലൊരു എക്സ്പീരിയൻസ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. തെരണ്ടിയാണ്, സ്ട്രിംഗ് റേ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതെന്താ, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ ഉപയോഗിക്കുന്ന മീനല്ലേ? അതെ അതെ, പാര. നമ്മൾ പാരയെന്ന് പറയും. ഞങ്ങൾ പൊമ്പാന എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ പറയുന്നത്. ഓക്കെ. ഇത് സ്ക്രോളിംഗ് ഫിഷാണ്. എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം കാണാനൊരു ഭംഗിയാണ്, ഒരു ഫീലാണ്, പ്രത്യേക ഫീലാണ്. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത് കൊള്ളാം കേട്ടോ, നൈസ് ആയിട്ടുണ്ട്. അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ. സ്ക്രോളിംഗ് ഫിഷാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനങ്ങനെ ഒരു പേര് വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള മീനാണ്. വലിപ്പം വയ്ക്കുന്ന മീനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണ്. പാര എന്നാണ് അറിയപ്പെടുന്നത്. പാര, മഞ്ഞപ്പാര എന്നൊക്കെ പറയും. അപ്പോൾ ഇതുവരെ കണ്ടതിൽ പക്ഷേ എനിക്ക് അരാപ്പയ്മ മാത്രമേ ഉള്ളൂ പേരറിയാവുന്ന ഒരു മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പിന്നെ ഫ്രഷ് വാട്ടർ ആണ്, മോൺസ്റ്റർ ഫിഷാണ്. വളരെ അപകടകാരിയായ ഫിഷാണ്. കടൽ മത്സ്യങ്ങളിൽ വളരെ വലിപ്പമുള്ള മത്സ്യങ്ങളെ നമുക്ക് അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഒന്ന്, വലിയ മത്സ്യങ്ങളുടെ പ്രദർശനത്തിനുള്ള അനുമതിയില്ല. രണ്ട്, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക വളരെ പാടാണ്. ജീവൻ നിലനിർത്തുക വലിയ പാടാണ്. അപ്പോൾ വലിയ ഫിഷുകളെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലുള്ള അരാപ്പയമേ നമ്മളിവിടെ ഒരു 5 അരാപ്പയമ, നല്ല വലിപ്പമുള്ള 5 അരാപ്പയമേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് പരസ്പരം ആക്രമിക്കുന്നത് അങ്ങനെ കുറവാണ്. ശരിക്കും നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോട്ടോ ഷൂട്ടിന് പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ? ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രഷ് വാട്ടർ ആണ്. ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് വിഡോ ഫിഷ് എന്ന് പറയും. ഫ്രഷ് വാട്ടർ ആണ്. ഒരു 25,000 ഫിഷിനെ നമ്മൾ ലോഡ് ചെയ്തത്. 25,000 ഫിഷ് ഉണ്ട്. 25,000 to 30,000 ഫിഷ് ഉണ്ട്. 30,000 ഫിഷ് ഉണ്ട്. ഫുള്ള് ലോഡ് ചെയ്തേക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയൊരു കളർ വെറൈറ്റി ഉള്ളൂ അല്ലേ? അതെ അതെ. ഈ കളർ വെറൈറ്റി ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഫ്രഷ് വാട്ടറിനെ ടണലിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. ഓക്കെ. ഫ്രഷ് വാട്ടർ നമ്മളിപ്പോൾ കണ്ടത് 2 ഫ്രഷ് വാട്ടറെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം പിന്നെ ഇതും. ഇതും. അതെ. ഓക്കെ, എന്നാലും ഇത് കിടിലം കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഇന്ന് മറൈൻ വേൾഡ് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.
ഹാപ്പി ലാൻഡ് ന്യൂ ഇയർ 2025 ഈ ഒരു എപ്പിസോഡ് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ. Happyland presents Happyland Happy New Year 2025. Powered by Global Laboratories and Testing LLC Oman. Co-powered by 4Kids Toys. Co-presents Club Travelet. This program is brought to you by Alfred Group, UAE.